ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കാരുണ്യ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ലതാ നായർ. ഞാനിന്ന് ശനിയാഴ്ചയല്ലേ കൂട്ടുകാരെ, ഇവിടെ അടുത്തൊരു വലിയ ഹനുമാൻ അമ്പലമുണ്ട് കേട്ടോ. ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും വലിയ പൂജ നടക്കാറുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഹനുമാൻ ഭഗവാനാണ് അവിടെ. എല്ലാവർക്കും ആശീർവാദം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ശനിദേവനും ഉണ്ട്. മലയാളികളും മഹാരാഷ്ട്രീയൻസും എല്ലാം ഒത്തിരി വന്ന് പൂജ ചെയ്യുന്ന ഒരു അമ്പലമാണ്. അതായത് ഞാൻ കൊറോണയായിട്ട് ആശുപത്രിയിൽ കിടന്ന സമയത്തും പ്രത്യേകമായിട്ട് ആ അമ്പലം പൂജയ്ക്ക് വേണ്ടി തുറന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരവസരം കിട്ടിയായിരുന്നു. ആ അമ്പലം അത്രയ്ക്ക് നല്ല ചൈതന്യമുള്ള ഹനുമാൻ അമ്പലം. ഞാനിന്ന് അവിടെ പൂജയ്ക്ക് പോയി കൂട്ടുകാർ. ഭയങ്കര തിരക്കായിരുന്നു കൂട്ടുകാരെ. ലൈനിൽ നിന്ന് പൂജയൊക്കെ കഴിഞ്ഞ് അപ്പം സാമ്പ്രാണിയൊക്കെ ഒഴിയാനൊക്കെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ചെറുപ്പക്കാരും പ്രായമുള്ളവരും കുട്ടികളും പിന്നെ പുറത്തു നിന്നുള്ള ആൾക്കാരും എല്ലാം വരുന്ന ഒരു വലിയ അമ്പലം. പിന്നെ അവിടെ ഫിഷയ്ക്കൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട് കുറേ. അവർക്കെല്ലാം ഞാൻ പൈസയൊക്കെ കൊടുക്കും. പിന്നെ അവർക്ക് എൻ്റെ മോന് ആഹാരങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും. നല്ലപോലെ പൂജയൊക്കെ ചെയ്യുന്ന നല്ല പൂജാരിയാണ്. പൂജാരിയൊക്കെ ആയിട്ട് നമുക്ക് നല്ല സഹകരണം. നല്ല വലിയ അമ്പലം, നല്ല ഹനുമാൻ നല്ല ചൈതന്യത്തോട് വിളങ്ങുന്ന അമ്പലം. ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടാണ്. അവിടെ ഞാനിന്ന് രാവിലെ പോയായിരുന്നു കൂട്ടുകാരെ കേട്ടോ. ആ സന്തോഷവും ആ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇട്ട് തരാം. എൻ്റെ പൂജയുടെയൊക്കെ കുറച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. പൂജ ചെയ്യുന്നത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഭയങ്കര തിരക്കായിരുന്നു. അത് കാരണം അതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ. എല്ലാവരും പ്രാർത്ഥനയൊക്കെ ചെയ്യണം. ശനിയാഴ്ച പൂജയൊക്കെ ചെയ്യണം. ശനിയാഴ്ച വീട്ടിലും പൂജയൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. ഞാൻ പോയി, ചേട്ടൻ പോയി, മോൻ പോയി പൂജയ്ക്ക് അവിടെ. പിന്നെ ഞങ്ങൾ പോകുന്നത് കണ്ടിട്ട് ഇപ്പം ഞങ്ങളുടെ ബിൽഡിങ്ങിലുള്ളവരെല്ലാം പോകും അവിടെ പ്രാർത്ഥിക്കാൻ എടുക്കാനും ഒക്കെ. പിന്നെ അവിടെ അന്നദാനമൊക്കെ നടക്കാറുണ്ട്. അതിനൊക്കെ നമ്മൾ 501 രൂപയൊക്കെ റെസീപ്റ്റൊക്കെ മുറിക്കും അവിടെ. നല്ല രീതിയിൽ അവിടെ പൂജ നടക്കുന്നത്. നല്ല ആശീർവാദം കിട്ടും നമുക്കവിടെ പോയി പൂജ ചെയ്താൽ. പ്രത്യേകിച്ച് ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും നല്ല പൂജകളാണ് അവിടെ നടക്കുന്നത്. നമുക്ക് സന്തോഷം അവിടെ പോയിട്ട് വരുമ്പോൾ, പൂജയൊക്കെ ചെയ്തിട്ട് വരുമ്പോഴേ മനസ്സിന് നല്ല ഉണർവാണ് കൂട്ടുകാരെ. ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോഴേ എനിക്ക് ശനിയാഴ്ച പോകണേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കും. അങ്ങനെയാണ് ഞാൻ പോകാറുള്ളത്. അങ്ങനെ ഇന്നലെ വെള്ളിയാഴ്ച സുഖമില്ലായിരുന്നു. എന്നാലും ഇന്ന് ശനിയാഴ്ച എനിക്ക് പോകാൻ പറ്റി. അങ്ങനെ ഞാൻ പോയി പൂജയൊക്കെ ചെയ്ത് കൂട്ടുകാർ. അങ്ങനെ ആ പൂജയൊക്കെ കഴിഞ്ഞ് ഞാൻ സന്തോഷമായിട്ട് വീട്ടിൽ വന്ന് നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ ഇടാം കേട്ടോ. ഓക്കെ.